ദൈവവചനങ്ങളെ നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കണം. ദൈവവചനങ്ങളെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. അതാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇസ്രായേൽ ജനം ഒത്തിരി അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? ഒത്തിരി അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ അത്ഭുതങ്ങളൊന്നും അവരുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്തില്ല. നിങ്ങൾ കേട്ടോ? അത്ഭുതങ്ങളൊന്നും അവരുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്തില്ല. അത്ഭുതങ്ങൾ അവരുടെ ആവശ്യങ്ങളെ നടത്തി, പക്ഷെ അത്ഭുതം ഒരിക്കലും അവരുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും, പക്ഷെ അത് ചെയ്യണമെങ്കിൽ പോലും നിങ്ങളത് കണ്ണുമടച്ച് വിശ്വസിക്കണം. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. അതൊരു രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഓഫീസ് നിങ്ങൾ തുറന്നിട്ടിരിക്കണം. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. പക്ഷേ ആ അത്ഭുതങ്ങളെല്ലാം ദൈവം ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിലാണ്. ആമേൻ. നിങ്ങൾക്കൊരു ആവശ്യമുണ്ടോ? ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. ഇന്ന് നിങ്ങൾ ചില ആവശ്യങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഡെഫിനറ്റ്ലി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അതിന് നിങ്ങളുടെ അകത്ത് ഒരൊറ്റ കാര്യം മാത്രം മതി. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വേണം. അത് ഭയങ്കരമായിട്ട് നമ്മുടെ അകത്ത് വേണം. ആമേൻ. എൻ്റെ ദൈവത്തിന് അത് കഴിയും. സ്തോത്രം. അപ്പോൾ അതാണ് അത്ഭുതങ്ങളുടെ ഒരു ആധാരമായിരിക്കുന്നത്. പക്ഷേ അത്ഭുതങ്ങൾ എന്നും നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ആമേൻ. ആ അത്ഭുതങ്ങൾ ചെയ്ത് എന്തോ ഒരു വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നല്ലേ. ആ ചെറിയ അത്ഭുതങ്ങൾ തുടങ്ങി വലിയ അത്ഭുതങ്ങളിലെത്തി. ആമേൻ. സ്തോത്രം. ഒരു വടിയെടുത്ത് പാമ്പായിട്ട് തുടങ്ങിയ അത്ഭുതം അവസാനിക്കുന്നത് മിസ്രയീമ്യരുടെ ആദിജാതന്മാർ മരിക്കുന്ന ആ വലിയ നിലവിളിയുടെ ശബ്ദത്തിലാണ് ആ അത്ഭുതത്തിന്റെ പരമ്പര തീരുന്നത്. സ്തോത്രം. എന്തിനു വേണ്ടി? ഒരു ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ചെയ്യുന്ന. ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി ദൈവം എന്തും ചെയ്യും. സ്തോത്രം പറയുന്നില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. അങ്ങനെ അത്ഭുതം ചെയ്ത് കണ്ട് ഇറങ്ങിത്തിരിച്ച ജനം ആ ചെങ്കടലിന്റെ അടുക്കൽ വന്നപ്പം ഈ അത്ഭുതത്തിന്റെ ഗ്യാസ് തീർന്നു, അല്ലേ? ആ അത്ഭുതത്തിന്റെ ശക്തിയിലുള്ള ഓട്ടം ചെങ്കടൽ വരെ എത്തിയുള്ളൂ. പുറകിൽ നിന്ന് ഫറവോനും വരുന്ന കണ്ടപ്പം ഈ അത്ഭുതം പോയി. അവരവിടെ നിന്ന് പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് കമ്മിറ്റി കൂടി തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു. അതിൻ്റെ അർത്ഥം അത്ഭുതങ്ങളൊന്നും നമ്മുടെ ലോങ് ടൈം ലൈഫിനെ നിലനിർത്തത്തില്ല. ഒരാമയും പറഞ്ഞോ? എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങളില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ കൂടെ എത്തുകയും ചെയ്യരുത്. ഹല്ലേലൂയ. അവരവിടെ പിറുപിറുത്തു. പക്ഷെ ദൈവം അവിടെ മോശയോട് പറയുകയാണ്, ജനത്തോട് പറയുക ഉറച്ചു നിൽക്കുക, ജനത്തോട് പറയുക ധൈര്യമായിരിക്കുക. ആമേൻ. ഒരു ചെറിയ സന്ദേശം, ധൈര്യമായിരിക്കും, ഞാൻ നാളെ അത്ഭുതം ചെയ്യും. വീണ്ടും ദൈവം നാളെ അത്ഭുതം ചെയ്തു.
ചെങ്കടൽ പിളർന്നു. ഈ വലിയ അത്ഭുതത്തിലൂടെ വെളിയിൽ വന്നു. ഭയങ്കര പാട്ടും ആരാധനയൊക്കെയാണ്. കേട്ടില്ലേ? ഭയങ്കര പാട്ടും ആരാധന. ഹല്ലേലൂയാ ഞാൻ പാടിയിടും. ഭയങ്കര പാട്ടും ആരാധനയും ഗഞ്ചറയടിയും എല്ലാം. അങ്ങനെ പാട്ടുപാടി എലീമിൽ മാറയിലെത്തി. പാട്ട് നിന്നു. കേട്ടില്ല? പാട്ട് നിന്നു. അവിടുത്തെ വെള്ളം മാറയായിരുന്നു. ഉടനെ ഇവര് പിറുർത്തു. ഹല്ലേലൂയ. ഓർത്തേക്ക്, ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്ന എന്തിനാ? ഇവിടെ ഇതിനകത്ത് വെള്ളമില്ല, ഒന്നുമില്ല. കണ്ടോ? ഹല്ലേലൂയ. ഇവന്മാര് കണ്ട അത്ഭുതങ്ങൾ എന്ത് ഭയങ്കര! 10 അത്ഭുതം, ചെങ്കടൽ പിളർക്കുന്ന അത്ഭുതം. അങ്ങനെ പാട്ട് പാടി വന്നപ്പോ കയ്പ്. ഉടനെ പാട്ട് നിർത്തി എല്ലാ ഗഞ്ചറൊക്കെ എടുത്ത് ഉരുട്ടെറിഞ്ഞ് ഒട്ടനെ മരി പ്രവർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. എല്ലാം എടുത്തെറിഞ്ഞു. ഈ ദൈവം ഇതെന്തൊരിടപാട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഉടനെ പിറുപിറുത്തപ്പം കർത്താവ് വീണ്ടും അവിടെ അത്ഭുതം ചെയ്തു. മോശ പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലത് കാണിച്ചു തരും. അമ്മയും പറഞ്ഞാട്ടെ, ചിലത് കാണിച്ചു കൊടുത്തു. ആ മരത്തിന്റെ കൊമ്പ് വെട്ടിയിടുക. വെട്ടിയിട്ടപ്പോൾ മാറ മധുരമായി. ആമേൻ. വീണ്ടും അവർ സജീവമായി. ഇച്ചിടെ കഴിയുമ്പോൾ തന്നെ അവർ പറഞ്ഞു, ആ കഷ്ടപ്പാട് ഞങ്ങളിവിടെ എന്നാ ചെയ്യും? മരുഭൂമി ഞങ്ങളെ കൊണ്ടുവന്നത് കൊല്ലാനാണോ? മരുഭൂമി ഞങ്ങളെ വന്നത് കൊല്ലാനാണോ? അവിടെ ഞങ്ങൾക്കൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ആമേൻ. ഈ മരുഭൂമി ഞങ്ങൾ ചത്തുപോകും. ഇവിടെ ഒന്നുമില്ല. പറഞ്ഞു, ഞങ്ങൾ ചത്തുപോകും. അവിടെ കുഴിച്ചിടാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഇവരൊക്കെയാണ്. അവിടെയാണ് കർത്താവ് വീണ്ടും മന്ന കൊടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പിന്നെ തൻ്റെ നിയമങ്ങൾ പറയുന്നത്. പിന്നെ ദൈവം തൻ്റെ വചനം കൊടുക്കുന്നത്. ആ വചനം കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ സന്ധിക്കാൻ മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാണ്. ഹല്ലേലൂയ. അപ്പോൾ അത്ഭുതമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അത്ഭുതങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളെ തൊടത്തില്ല, നമ്മുടെ മൈൻഡിനെ തൊടത്തില്ല, നമ്മുടെ വ്യക്തിത്വത്തെ തൊടത്തില്ല. അവിടെ ചെന്ന് അതിനെ ചേഞ്ച് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത്ഭുതങ്ങൾക്ക് ഈ പുറത്ത് മാത്രമേ കയറത്തുള്ളൂ. പക്ഷെ വചനം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനിലേക്കും ആത്മാവിലേക്കും സന്ധിമജ്ജകളിലേക്കും കയറി ചെന്ന് അതിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുകയും മറഞ്ഞിരിക്കുന്നതൊന്നുമില്ലാതെ എല്ലാറ്റിനെയും പുറത്തെടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ലൈഫിനെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങൾ മാത്രമല്ല ചെയ്തത്, വചനം കൊടുത്തു. അപ്പം നിങ്ങൾ ഇത് രണ്ടും ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്കും വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുമാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് വചനത്തിലൂടെ നമുക്ക് ദൈവം എന്താണ് മെയിൻ ചെയ്യുന്നത് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹൃദയം അറിയത്തുള്ളൂ, ദൈവത്തെ അറിയത്തുള്ളൂ, ദൈവത്തിൻ്റെ പ്ലാനുകൾ അറിയത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ സമയങ്ങൾ കണ്ടെത്തുകയും വചനങ്ങൾ ധ്യാനിക്കുകയും ആ വചനം എന്തു പറയുന്നോ അതുപോലെ ആകാൻ നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്യണം. ആക്കുന്നത് ദൈവമാണ്, പക്ഷെ സമർപ്പിക്കുന്നത് നിങ്ങളാണ്. ഗ്ലോറി ടു ഗോഡ്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവനിയോഗങ്ങളെ അല്ലെങ്കിൽ ദൈവികമായ
അനുഗ്രഹങ്ങളെ തടയുന്ന തടസ്സങ്ങളെ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ എത്താൻ പറ്റാത്തത്? അതിന് നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ടെത്തണം. ഹല്ലേലൂയ, സ്തോത്രം. സിമ്പിളായിട്ടൊരു കാര്യമാണ് നിങ്ങളെ ഓർപ്പിക്കുന്നത്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, അതിൻ്റെ 1-2 വാക്യം വായിക്കാൻ പറ്റുമോ? അപ്പോസ്തല പ്രവൃത്തി 19 അതിൻ്റെ 1-2 വാക്യം. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാൻ്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമേ കഴിപ്പിച്ചു. തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. മതി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഉൾനാടുകളോടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ വന്നപ്പോൾ ദൈവജനത്തെ കണ്ടു, അല്ലെങ്കിൽ ശിഷ്യന്മാരെ കണ്ടു. ഈ നാടുകളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ച്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? നാമേം പറഞ്ഞാട്ടെ. അപ്പം അതെന്തൊരു ചോദ്യമല്ലേ? നമ്മളൊക്കെ ഒരു വ്യക്തി കണ്ട എന്തുണ്ട് വിശേഷം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ പൗലോസിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യത്യാസമാണ്. പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ ഇടങ്ങളിൽ അവൻ എത്തിച്ചേരണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എപ്പോഴെങ്കിലും ധ്യാനിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും നമ്മൾ ധ്യാനിക്കേണ്ട ആവശ്യമുണ്ട്. പൗലോസ് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ആമേൻ. കാരണം പൗലോസിനറിയാം, ഇവരുടെ വിശ്വാസ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇവരുടെ വിശ്വാസത്തിൻ്റെ വളർച്ച നടക്കണമെങ്കിൽ, ഇവർ വിശ്വാസത്തിൽ തിരിച്ച യാത്ര പൂർത്തീകരിക്കണമെങ്കിൽ, ഇവരെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തത് നിവർത്തിക്കപ്പെടണമെങ്കിൽ, ഇവരുടെ ജീവിതത്തിൽ വേണ്ടത് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിൻ്റെ സഹായവുമാണ്. ആമേൻ, ആമേൻ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചില പ്രത്യേക കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് ഓർപ്പിച്ചു, നിങ്ങളുടെ ആത്മീയ വളർച്ചയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് കാര്യങ്ങളെ കാണത്തുള്ളൂ. ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാകത്തില്ല. വളരെ ചുരുക്കമായി പ്രാർത്ഥന വിഷയങ്ങളെ നിങ്ങൾക്കുണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന സമയം കൂടും, പ്രാർത്ഥന വിഷയം കുറയും. ആമേൻ. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ പ്രാർത്ഥന സമയം കൂടും, പ്രാർത്ഥന വിഷയം കുറയും. കാരണം എന്ത് ചെയ്യും? നിങ്ങൾ ചില കീകളെ ചെന്ന് പിടിക്കും. ഹല്ലേലൂയ. ആ കീ മാത്രം യൂസ് ചെയ്താൽ ഒരു വലിയ ഏരിയ തുറന്നു കിട്ടും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ പൗലോസ് എഫെസോസിലുള്ള
ആ സഹോദരന്മാരോട് പറയാണ്, നിങ്ങളുടെ വിജയരഹസ്യം ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോൾ അവർ പറയുന്ന അടുത്ത വാക്ക്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ പ്രാപിക്കാൻ തുടങ്ങൂ. ആമേൻ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അതിനെക്കുറിച്ച് ദാഹിക്കത്തുള്ളൂ, നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാപിക്കത്തുള്ളൂ. അതാണ് ആത്മീയ കാര്യത്തിൻ്റെ ഒരു പ്രത്യേകത. കേൾക്കണം. കേട്ടില്ല, എന്ത് ചെയ്യണം? കേൾക്കണം. ഇപ്പോൾ ഇവർ പറയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ആമേൻ. നമ്മളിവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ കേട്ടില്ലേ? അത് കേട്ടപ്പോഴല്ലേ നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്നതും നമ്മുടെ പ്രാർത്ഥനകൾ മാറിയതും, അല്ലേ? കേട്ടത് കൊണ്ടല്ലേ. നമ്മുടെ ചുരുക്ക സമയങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. പക്ഷെ അതിന് നടുവിൽ കേട്ട ചിലത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചില്ലേ? കൃപാവരങ്ങളെക്കുറിച്ച് കേട്ടു, അത് നമ്മളെ സ്വാധീനിച്ചില്ലേ? പ്രവചനത്തെക്കുറിച്ച് കേട്ടു, അത് നമ്മളെ സ്വാധീനിച്ചില്ലേ? ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് കേട്ടു, അത് സ്വാധീനിക്കുകയും നമ്മളത് അനുഭവിക്കുകയും ചെയ്തു തുടങ്ങിയില്ലേ? അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടു, അത് അനുഭവിക്കാൻ തുടങ്ങിയില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെ നിങ്ങൾ കേൾക്കണം. കേട്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കേൾവികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആമേൻ. സ്തോത്രം, സ്തോത്രം. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ഇവർ പറയാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഉടനെ പൗലോസ് ചിന്തിക്കുകയാണ്, അതെന്താ അങ്ങനെ? പറ്റത്തില്ലല്ലോ. അവിടെ പൗലോസ് ചോദിക്കുന്നു, എന്നാൽ എന്തായിരുന്നു നിങ്ങളുടെ സ്നാനം? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വന്നില്ലെങ്കിൽ, നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതാ? അപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ കൈക്കൊണ്ട സ്നാനം മാനസാന്തര സ്നാനമാണ്, അല്ലെങ്കിൽ യോഹന്നാന്റെ സ്നാനമാണ്. അപ്പൊ ആ ഒരു പ്രോബ്ലമാണ് ഇവരെ ഹോളി സ്പിരിറ്റിലേക്ക് നയിക്കാഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ വലിയ ചില അനുഗ്രഹങ്ങളെ തടഞ്ഞിരിക്കും. പക്ഷെ ആത്മാവിൽ പൗലോസ് അതിനെ കണ്ടു, അതിനെ പരിഹരിച്ചു. സ്തോത്രം. അടുത്ത ചില വാക്യങ്ങൾ താഴേക്ക് വന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിവൈവൽ അവിടെ നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾ പരിഹരിച്ചാൽ, ചെറിയ ചില കാര്യങ്ങളെ കണ്ടെത്തി അതിൻ്റെ റൂട്ടുകളെ പരിഹരിച്ചാൽ വലിയ ഒരു ഉണർവിലേക്ക് നമുക്കെത്താം. നിങ്ങൾ ആരെങ്കിലും ആ ദൂതം ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ കൈകളെ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ കാര്യങ്ങൾ തന്നെ പറയാം. ചെറിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നിയോഗങ്ങളെ തടഞ്ഞെന്ന് വരാം. പക്ഷെ നിങ്ങളെ ചിന്തിക്കണം, എന്താണ് ഈ കാരണം? കർത്താവേ, എന്തുകൊണ്ടായി തടസ്സം? നിങ്ങൾ ഓടി ഓടി പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് പോകരുതെന്നാണ് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ്. അങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് യഥാർത്ഥ കാര്യം മനസ്സിലാകത്തില്ല. നിങ്ങൾ ദൈവസ്ഥാനിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ കർത്താവ് അത് വെളിപ്പെടുത്തി തരും. ഞാൻ എന്നും പറയുന്ന കാര്യം, ദൈവം നിങ്ങളോട് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ മറ്റാരും അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. നല്ല ദൈവമല്ലേ? പോരാ, നല്ല ദൈവമല്ലേ? ആമേൻ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം
അതിൻ്റെ 24 വാക്യം. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കൽ ഇട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. എന്നാൽ മതി, നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരു പഴയ നിയമ ചരിത്രമാണിത്. 3-ാം അധ്യായത്തിലാണ് പുറപ്പാട് 3-ാം അധ്യായത്തിലാണ് ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുന്ന, മേയിച്ചുകൊണ്ടിരിക്കുന്ന മോശ എന്ന മനുഷ്യൻ ഹോരേബിൽ കത്തിയ മുൾപ്പടർപ്പ് കണ്ട് അതിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് ദൈവം മോശയോട് സംസാരിക്കുകയാണ്, അല്ലേ? 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നത് ഈ കാഴ്ച എന്തെന്ന്. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. കേട്ടോ? അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അതിന് 9-ാം വാക്യം വായിച്ചു മോനെ. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്നു പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിൽ നിന്നൊരു കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മോശ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോഴാണ് അവൻ ദൈവിക എൻകൗണ്ടർ അവനുണ്ടാകുന്നത്, അല്ലേ? ഇപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ ദൈവത്തിന്റെ എൻകൗണ്ടറുകളൊക്കെ നടക്കും. വിശ്വസിച്ചാട്ടെ, ദൈവം നിങ്ങളെ സന്ധിക്കും. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കത്തില്ല ദൈവം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവം നിങ്ങളെ വിളിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ ജീവിതയാത്രകളിൽ ദൈവം നിങ്ങളെ കണ്ടുമുട്ടും. അത് ഉറപ്പാണ്. നിങ്ങളത് വിശ്വസിച്ചാട്ടെ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ അത്ഭുതകരമായി തന്നെ കാണണം. ഈ വേദപുസ്തകത്തിലേക്ക് അനുഭവങ്ങൾ നിങ്ങൾക്കും എനിക്കും വരുമെന്ന് ഉള്ളതിൻ്റെ ഉറപ്പാണ് ഇതൊക്കെ നമുക്ക് എഴുതി കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് മോശയെ ദൈവം വിളിച്ച് താൻ എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുകയാണ്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവിടെ കരച്ചിൽ ഞാൻ കണ്ടു. ഞാൻ അവരെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു വാക്കാണത്. ജനം എവിടെയെങ്കിലും നിലവിളിക്കുകയാണെങ്കിൽ ആ നിലവിളിയാണ് നിന്റെ വിളി. സ്തോത്രം. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ജനത്തിന്റെ നിലവിളിയാണ് നിന്റെ ദൈവവിളി. ഹല്ലേലൂയ. നിന്റെ കോളിംഗ് എന്ന് പറയുന്നത് ആരൊക്കെയോ ദൈവത്തോട് നിലവിളിച്ച നിലവിളിയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈകളെ ഉയർത്തി. ജനം നിലവിളിക്കുമ്പോൾ ദൈവം ചിലരെ വിളിക്കും, അവരെ പുറത്തു കൊണ്ടുവരാൻ. പ്രൈസ് ഗോഡ്. ഈ ദേശത്ത് ആരൊക്കെയോ നിലവിളിച്ചു, ഏതൊക്കെയോ റൂമുകളിൽ നിന്ന് ആരൊക്കെയോ കരഞ്ഞു, ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് ആരൊക്കെയോ നിലവിളിച്ചു. ആ നിലവിളിയുടെ
ഒരു റിസൾട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നേ. ഹല്ലേലൂയ. വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല, കുഞ്ഞുങ്ങളെ കാണാൻ പോകാൻ തോന്നുന്നില്ല. ആമേൻ. വീട് വിട്ടിട്ട് ദിവസങ്ങളായി. ഇവിടെ അങ്ങ് നിൽക്കുക. കാരണം ആരുടെയൊക്കെയോ നിലവിളികൾ ഞങ്ങളെ പിടിച്ചു നിർത്തുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജനത്തിന്റെ നിലവിളിയും സാത്താന്റെ വെല്ലുവിളിയും ഉയരുമ്പോഴാണ് ഒരഭിഷക്തൻ എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. ജനത്തിന്റെ നിലവിളിയും പിശാചിന്റെ വെല്ലുവിളിയും ഒരുമിച്ച് ഉയരുമ്പോഴാണ് ഒരഭിഷക്തനെ ദൈവം വിളിക്കുന്നത്. ആ വിളിക്കകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ജനത്തിന്റെ നിലവിളിയും ദൈവത്തിന് മാറ്റണം. പൈശാചിക മണ്ഡലത്തിന്റെ വെല്ലുവിളിയും ദൈവത്തിന് മാറ്റണം. അതിന് ദൈവം ചിലരെ വിളിക്കുന്നു. നിന്റെ വിളിയും ഈ തലമുറയുടെ വെല്ലുവിളിയും തമ്മിൽ ചില ബന്ധമുണ്ട്. പ്രൈസ് ഗോഡ്. വെറുതെ കുറച്ച് പ്രസംഗങ്ങൾ പ്രസംഗിച്ച് ജീവിതം തീർക്കാൻ വേണ്ടി വിളിച്ചവരല്ല നിങ്ങൾ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ഒരു പണിയും ചെയ്തിട്ട് ഒക്കാഞ്ഞിട്ട് ഇനി കർത്താവിന്റെ വേല മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയവരും അല്ല നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ വിളിയുടെ പിൻപിൽ സ്തോത്രം ആരുടെയൊക്കെയോ നിലവിളികളുമുണ്ട്. ആത്മമണ്ഡലത്തിൽ ചില വെല്ലുവിളികളുണ്ട്. നീ സ്തോത്രത്തോടെ ഇരുന്നോണം, പ്രാർത്ഥനയോടെ ഇരുന്നോണം. നിന്നിലൂടെ ഇത് രണ്ടും പരിഹരിക്കപ്പെടും. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ആ വചനം കേട്ടോ? ഇത്ര ഭയങ്കരമല്ലേ? ദൈവം നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ആരൊക്കെയോ എവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ആരൊക്കെയോ എവിടെയോ ഇരുന്ന് നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളികൾ ദൈവത്തിന്റെ കാതുകൾ എത്തിയിട്ടുണ്ട്. ദൈവം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. അവരെ വിടുവിച്ചിരിക്കും. എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കണ്ടു, കേട്ടു, എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയണു, ആമേൻ. ആകയാൽ വരിക, നീ ജനത്തെ, മിസ്രൈം മക്കളെ, ആമേൻ, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. വരിക, അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അങ്ങോട്ട് പോവുക. കേട്ടില്ല? വരിക, ഞാൻ അങ്ങോട്ട് പോവുക. നീ എൻ്റെ കൂടെ വന്നാ മതി. നീ പോകുക എന്നല്ല, വരിക. പോകുക എന്ന ദൂതല്ല അവിടെ മോശയ്ക്ക് പറഞ്ഞ, വരിക. അതിൻ്റെ അർത്ഥം വരിക എന്ന് പോകുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഞാനുണ്ട് അവിടെ. നിന്റെ ബലഹീനതകളും നിന്റെ കഴിവില്ലായ്മകളും ഒന്നും നീ നോക്കണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ വാക്കാണ് അതിൻ്റെ തൊട്ട് താഴെ പറയുന്നത്. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ട് വരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എവിടെയെങ്കിലും ജനങ്ങൾ ഒരു വിടുതലിന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഉൾമുറിക്കകത്തിരുന്നു കൊണ്ട് ആരെങ്കിലും ഒരു അത്ഭുതത്തിന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, കർത്താവേ എൻ്റെ കുടുംബത്തെ വിടുവിക്കണേ, കർത്താവേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ, ദൈവം തൻ്റെ ദൂതനെ പോലെ തൻ്റെ അഭിഷക്തരെ അവിടെ അയക്കും, സഭയെ അയക്കും. ദൈവം അവരെ വിടുവിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ഇത്രയും ഒരു നിയോഗം പ്രാപിച്ച് മോശ ഇറങ്ങുക. അവൻ ഇറങ്ങിയതല്ല, അവൻ പുറപ്പെട്ടതല്ല, അവൻ വിചാരിച്ചതുപോലുമില്ല. ഇത്രയും ഈ 3-ാം അധ്യായത്തിലെ ഈ എൻകൗണ്ടർ നിമിത്തം അവൻ ഇറങ്ങുക.
തൻ്റെ ഭാര്യയെ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, സ്തോത്രം, അതിൻ്റെ ഏതായിരുന്നു 24-ാമത്തെ വാക്യം. എന്നാൽ വഴിയിൽ വെച്ച് സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. ഇതന്നെയാണ് പാട്. ദൈവമാണ് അവനെ പറഞ്ഞു വിടുന്നത്. അതേ ദൈവം തന്നെ അവനെ വഴി വെച്ച് കൊല്ലാൻ തുടങ്ങുക. സ്തോത്രം. അവനെ ഇങ്ങനെ കഴുത്തെ പിടിച്ച് വെച്ചേക്കുക. അവനിപ്പം ചാവും. ആരാണ് ദൈവം ആരെ പിടിച്ചേക്ക? മോശയെ പിടിച്ചേക്ക. അവിടെ വാക്കി ഇങ്ങനെ തന്നെ, സത്രത്തെ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് വേറെ ഒന്നുമല്ല, തലമുറയ്ക്ക് പരിച്ഛേദന നടത്തിയിട്ടില്ല. ദൈവം അബ്രഹാമിന് കൊടുത്തൊരു കൽപ്പന ഇവൻ തലമുറയിൽ നിവർത്തിച്ചിട്ടില്ല. അവൾക്കത് മനസ്സിലായി. പെട്ടെന്ന് അവൾ ആ കാര്യം ചെയ്യുകയാണ്. പെട്ടെന്ന് ബാധ മാറി, ആ ബന്ധനം ഒഴിഞ്ഞു. മോശ ധൈര്യത്തോടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സ്റ്റക്കാകാൻ കാരണം എന്താണെന്ന് മനസ്സിലായി. വലിയ നിയോഗമുണ്ട്. ദൈവം തന്നെയാണ് അവനെ വിളിച്ചത്, ദൈവം തന്നെയാണ് അവനോട് പോകാൻ പറഞ്ഞത്. പക്ഷെ ആ ദൈവം തന്നെ അവനെ പിടിച്ചു നിർത്തുമ്പോൾ എവിടെയോ ഒരു കാര്യം ക്രമീകരിക്കാനുണ്ടെന്ന് ദൈവം അവന് ബോധ്യം കൊടുക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില സ്ഥലങ്ങൾ ദൈവം നമ്മെ പിടിച്ചു നിർത്തുന്നത് എവിടെയൊക്കെയോ നാം ക്രമീകരിക്കേണ്ടിയുണ്ട്. ആ ഒരു ഏറിയ ക്രമീകരിച്ചിട്ട് മുൻപോട്ട് പോകാനാണ് ദൈവം നമ്മെ ചില സ്ഥലത്ത് ബാധിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളെയും പൈശാചികമെന്ന് പറഞ്ഞ് നമ്മൾ ശാസിക്കരുത്. എല്ലാ പ്രശ്നങ്ങളെയും പോരാട്ടം എന്ന് പറഞ്ഞ് നമ്മൾ കാണരുത്. ഓരോ പ്രശ്നങ്ങളുടെയും റൂട്ടുകൾ കണ്ടെത്തി അതിൻ്റെ പിൻപിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നമ്മൾ ക്രമീകരിക്കാൻ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന് നമ്മളെ ഓർഡർ ചെയ്യണമെന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. പിശാചല്ല തടഞ്ഞേ, ദുരാത്മ മണ്ഡലമല്ല തടഞ്ഞ, ദൈവം തന്നെ അവനെ പിടിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ ചില സ്ഥലങ്ങളിൽ ദൈവം തന്നെ നമ്മുടെ വഴികളെ അടയ്ക്കും. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? 139 സങ്കീർത്തനം 3-ാമത്തെ വാക്യമോ 4-ാമത്തെ വാക്യമോ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടങ്ങ് പറഞ്ഞതാ. നീ എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. വായിച്ചു മോനെ. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? വാക്യം കേട്ടോ. തിരുസന്നിധി വിട്ട് ഞാൻ തൊട്ടുമുള്ളത്തെ വാക്യം. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. നീ മുമ്പും പിമ്പും എന്നെ അടച്ച്. ആരടച്ചു? നിന്റെ കൈ എൻ്റെ മേൽ ആരടച്ചു? നീ മുമ്പും പിൻപും എന്നെ അടച്ചു, നിന്റെ കരം എനിക്ക് ഭാരമായി തീർന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതം. സ്തോത്രം. അപ്പൊ ചില സ്ഥലങ്ങളിൽ ദൈവം തന്നെ നമ്മുടെ മുമ്പും പിൻപും അടയ്ക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. ആമേൻ. അപ്പൊ
ദൈവം തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ മുമ്പും പിൻപും എന്ത് ചെയ്യും? അടയ്ക്കും. എന്നിട്ട് വാക്യം എന്താ മോനെ വായിച്ചതായിട്ട്? ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഹല്ലേലൂയ. എൻ്റെ മുൻപും പിൻപും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഞാൻ. രാമൻ പറഞ്ഞു, ദൈവഭക്തൻ ദൈവകരങ്ങളിലേക്ക് ഒരുവൻ എറിഞ്ഞു കൊടുത്താൽ ഇങ്ങനത്തെ ചില കൺട്രോളിലേക്ക് ദൈവം അങ്ങ് വരും. മുമ്പും പിൻപും അടച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത നിലകളിൽ എൻ്റെ മുമ്പും പിൻപും എല്ലാം ദൈവം അടയ്ക്കും. കാരണം എന്താണ്? നീ ഒരു അത്ഭുതമാണ്. എന്തോ ഇങ്ങനെ കർത്താവ് പോകുന്നത് എനിക്കറിയത്തില്ല. ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. മറ്റൊരു സങ്കീർത്തനത്തിൽ ഒരു കാര്യമുണ്ട്, മനുഷ്യരെ എൻ്റെ തലമേൽ കയറി ഓടുമാറാക്കി. അല്ലേ? അതെവിടെയാണ് വാക്യം? സങ്കീർത്തന വാക്യമാണ്, മനുഷ്യരെൻ്റെ തലമേൽ, നീ മനുഷ്യരെ എൻ്റെ തലമേൽ കയറി ഓടുമാറാക്കി. സങ്കീർത്തനങ്ങളിലാണ്. ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിൽ മറ്റൊരു വാക്യമുണ്ട്, നീ മുള്ളുകൊണ്ട് എൻ്റെ വഴിയെ അടച്ചു. അതെന്താണ്? ദൈവപദ്ധതിയിൽ നിന്ന് ഞാൻ മുമ്പോട്ട് വ്യതിചലിക്കുമ്പോൾ ദൈവത്തിന് എന്നെ റൈറ്റ് റൂട്ടിലേക്ക് തിരിക്കേണ്ടതിന് ദൈവം തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ മുമ്പും പിൻപും അടയ്ക്കും. 66:12 സങ്കീർത്തനം 66:12. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ അവിടെ ദൈവം പറയണ, മനുഷ്യരെന്റെ തലമേൽ കയറി എന്ത് ചെയ്തു? ഓടിക്കുമാറാക്കി. പക്ഷെ അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടും അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് നോക്കിക്കേ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും, അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഞാൻ ഒരു മതിൽ ഉണ്ടാക്കും. കണ്ടോ പാസ്റ്റർ എന്താണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കരുതേ. ചില പ്രശ്നങ്ങൾ ദൈവത്താൽ നമ്മുടെ ലൈഫിലേക്ക് ദൈവം അനുവദിക്കുന്നതാണ്. ആ അനുവദിക്കുന്നതിലൂടെ ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ അതിനെ പരിശുദ്ധാത്മാവിൽ ആ സമയങ്ങളിൽ ഒന്ന് അമർന്നിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റും. ദാവീദ് ഒരിക്കൽ പറയുന്നുണ്ട്, ഇത് ദാവീദിന്റെ കഷ്ടകാലം. തൻ്റെ കൂടെയുള്ള വ്യക്തികൾ പോലും തന്നെ ശപിക്കുമ്പോൾ ദാവീദ് പറയാൻ, ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു സമയമാണിത്, ഞാൻ മിണ്ടാതിരിക്കാം, ഇതെല്ലാം തിരിയും, ഇതെല്ലാം തിരിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സഹായിക്കണേ. ഞാൻ ഇതിനകത്തൂടെ നിങ്ങളെ ഓർപ്പിക്കുന്ന കാര്യം, ചില സമയങ്ങളിൽ ദൈവം തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തും.
ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, പിശാചിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരധികാരമില്ല. കാരണം നിങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അധികാരമുണ്ടെങ്കിൽ അത് ദൈവത്തിനാണ്. അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പിൽ എന്തൊക്കെയോ ചില ക്രമീകരണങ്ങൾ നീ ചെയ്യുവാനുണ്ട്. ഞാൻ അതാണ് നിങ്ങളെ ഓർപ്പിക്കുന്നത്, ക്രമീകരണം. നമ്മുടെ ലൈഫിനെ എപ്പോഴും ദൈവം ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ദൈവം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വാക്കുകൾ മറക്കരുത്. കുത്തഴിഞ്ഞൊരു പുസ്തകമായി നമ്മുടെ ജീവിതത്തെ തീരാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഓർഡറിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആ വഴിയിൽ വെച്ച് അവനെ ബാധിച്ചു. ദൈവമക്കളെ, ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും കേട്ടോ. ആരും ആമേൻ പറഞ്ഞില്ല. ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും. കൊല്ലാനോ തല്ലാനോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ മക്കളെ അടിക്കുന്നത് കൊല്ലാനാണോ? കറക്റ്റ് ചെയ്യാനോ? അതുപോലെ ചില സ്ഥലങ്ങളിൽ നമ്മളെ കറക്റ്റ് ചെയ്യും. അത് അപ്പൻ്റെ ശാസനയാണെന്നോർത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വഴിയിൽ വെച്ച് അവനെ ബാധിച്ചു. സിപ്പോറയ്ക്ക് കാര്യം മനസ്സിലായി. തലമുറ ജനിച്ചു, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ കൽപ്പന അനുസരിക്കാൻ മറന്നുപോയി. പക്ഷെ ഇന്ന് കൽപ്പന തന്നവൻ്റെ നിയോഗം നിവർത്തിക്കാൻ പോകുമ്പോൾ ആ കൽപ്പന നടന്നിട്ടില്ലല്ലോ. പക്ഷെ അവിടെ സിപ്പോറ എന്ന് പറയുന്ന സഹോദരി ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് അവൾ പറഞ്ഞു, മോശയെ പറഞ്ഞു, മോശെ നീ നിയോഗത്തിലേക്ക് വെക്കോ, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കോളാം. ഹല്ലേലൂയ, സ്തോത്രം. മോശെ നീ നിയോഗത്തിലേക്ക് വെക്കോ, ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിയോഗമുള്ളവരെ നിയോഗത്തിലേക്ക് വിടാത്തക്കവണ്ണം നിങ്ങൾ ഒന്ന് വളർച്ച പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ വളരാത്തത് കൊണ്ട് വളർന്നവരെ പിടിച്ചു നിർത്താതെ പ്രാർത്ഥനയിലേക്ക് അവരെ വിടുക. ഞാൻ അവിടെ അതങ്ങ് നിർത്തുക. പക്ഷെ അത് ആ ദൂത് വഹിക്കേണ്ടവർ ചിലപ്പോൾ ഇന്ന് കാണത്തില്ല, കേൾക്കേണ്ടവരില്ലായിരിക്കാം. പക്ഷെ ഒറ്റ വാക്കിൽ ഞാൻ ദൂത് പറയാം. സ്തോത്രം. സിപ്പോറയ്ക്ക് മനസ്സിലായി ഇത് വചനമനുസരിക്കാത്തതിൻ്റെ പ്രോബ്ലമാ. അത് ചെയ്തു. മോശ ഫ്രീ ആയി. മോശ നേരെ ചെന്നു ആ ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്നു. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തെ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ കണ്ടെത്തി അതിന് ഇനി ഒത്തിരി ലേറ്റ് ആക്കാതെ പരിഹരിക്കണം. ചിലപ്പോൾ ഒരു പിണക്കമായിരിക്കാം, ചിലപ്പോൾ ചില വൈരാഗ്യമായിരിക്കാം, ചിലപ്പോൾ ചില ജലസി ആയിരിക്കാം, അസൂയായിരിക്കാം, ചിലപ്പോൾ ചില പകകളായിരിക്കാം, ചിലപ്പോൾ ജീവിതത്തിലെ ചില പാപങ്ങളായിരിക്കാം, ജീവിതത്തിൻ്റെ ചില ബലഹീനതകളായിരിക്കാം നമ്മുടെ നിയോഗത്തിൽ നിന്ന് നമ്മെ എത്തിക്കാതെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. കർത്താവ് ഉറപ്പായിട്ട് കാണിക്കും. ഒരു പ്രവാചകനൊന്നും വേണ്ട, അതിന് ദൈവം കാണിക്കും. അവിടെ നിങ്ങൾ ദൈവസന്നിധിയിലൊന്ന് ഏറ്റുപറഞ്ഞ് അതിനെ എടുത്തെറിയാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ നിയോഗത്തിലേക്ക് നിങ്ങൾക്ക് ഡോറുകൾ, വഴികൾ ദൈവം തുറക്കും. നിങ്ങൾ സ്റ്റക്കാകത്തില്ല. എത്ര പേർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയുന്നു? ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ എനിക്ക് പോകാൻ പറ്റാഞ്ഞത്? ഇത്രയും ഞാൻ ഉപവസിച്ചിട്ട് എന്താ എനിക്ക് എത്താൻ പറ്റാഞ്ഞത്? എവിടെയോ മോശയെ തടഞ്ഞു നിർത്തിയ പോലെ എന്തോന്ന്. ഞാൻ ഉറപ്പായിട്ട് പറയാം, പിശാചൊക്കെ ആണെങ്കിൽ, ദുരാത്മാവൊക്കെ ആണെങ്കിൽ, എത്ര നാൾ നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ അവൻ നിൽക്കും? കേട്ടില്ല? എത്ര നാൾ അവൻ നിൽക്കും? ആമേൻ.
എന്നാ വലിയ പാമ്പാണെങ്കിലും തീ കത്തിയാൽ അവൻ എത്ര നാൾ നിൽക്കും? ഒരു പൈശാചിക മണ്ഡലത്തിനും ഇരുട്ടിൻ്റെ ശക്തിക്കും ഒരു പരിധിക്കപ്പുറത്ത് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നീ അതിൻ്റെ മുകളിൽ വളർന്നാൽ അവൻ തകർന്നിരിക്കും. എന്നാൽ വേറെ ചില കാര്യങ്ങൾ, ഇങ്ങനത്തെ ചില റൂട്ടുകൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അവിടെ ക്രമീകരിക്കാതെ നമുക്ക് മുമ്പോട്ടൊരു വളർച്ച ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്കറിയാം. ദൈവം നിങ്ങളെ കാണിച്ചു തന്നിരിക്കും. അവിടെ നിങ്ങൾ അതിനോട് എക്സ്ക്യൂസുകളൊന്നും പറയരുത്, അതിനെ ന്യായീകരിക്കരുത്. സറണ്ടർ ചെയ്യണം. അവിടെ നിങ്ങൾ വിടുതലെടുക്കണം. നിങ്ങളെ ഏൽപ്പിച്ച നിയോഗത്തിലേക്ക് നിങ്ങൾ കുതിക്കണം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പല വിധത്തിലുള്ള ദൈവശബ്ദങ്ങൾ തരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവം തന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ കയറാൻ വേണ്ടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. പക്ഷെ അത് എത്താൻ തടസ്സമായുള്ള റൂട്ടുകളാണ് നമ്മൾ പരസമത്തിലൂടെ ഞാൻ പറഞ്ഞത്. ഇന്നലെ നിങ്ങൾക്ക് തന്ന ഒരു റൂട്ടായിരുന്നു, വലിയ അഴമേറിയ റൂട്ടായിരുന്നു. നിങ്ങൾ ആത്മീയ അനുഗ്രഹത്തിലേക്ക് കയറാൻ കഴിയാത്തത് വളർച്ചയില്ലായ്മയാണെന്ന്. ഇന്ന് കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, എവിടെയോ ദൈവഹിതത്തിന് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം എവിടെയോ നിങ്ങളെ തടയുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിനെ നിങ്ങൾ ആത്മാവിൽ ചെന്ന് കട്ട് ചെയ്യണം. ഒരാമേൻ പറയാമോ? കട്ട് ചെയ്യണം. സ്തോത്രം, സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ ആത്മാവിൽ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ദൈവം അതിന് ബലം തരും, ദൈവം അതിന് ശക്തി തരും, ദൈവം അതിന് കാണിച്ചു തരും. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നിങ്ങൾ കുതിക്കാം. ഞാൻ പറഞ്ഞതൊരു വിരോധാഭാസമല്ല. ദൈവം തന്നെ അയച്ചിട്ട് ദൈവം തന്നെ അവനെ കൊല്ലാൻ നോക്കുന്നേ കേട്ടില്ല. ദൈവം തന്നെ അയച്ചിട്ട് ദൈവം തന്നെ കൊല്ലാൻ നോക്കുന്നത് ഒരു വിരോധാഭാസമല്ലേ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ നിയോഗങ്ങളെ അറിയിക്കും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് തൻ്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കത്തക്കവണ്ണം നമ്മളെ ഒരുക്കിയെടുക്കുക. ദൈവം അത് ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബെയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബെയോന്യർ ഇസ്രയേല്യരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേല്യർക്കും യഹൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബെയോന്യർ മതി ഇതൊരു സംഭവമാണ്. ഇസ്രയേൽ ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഉണ്ടാകേണ്ട ആവശ്യമില്ല, ദാവീദിനറിയാം. ആമേൻ. ദാവീദിനൊരു കാര്യം അറിയാം, അങ്ങനെ ക്ഷാമം ഉണ്ടാകേണ്ട ആവശ്യമില്ല. രാമൻ പറയാമോ? അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ തന്നെ ഒരു വിടുതല. ഞാൻ അങ്ങനെ പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ട വ്യക്തിയല്ല, ഞാനങ്ങനെ രോഗത്തിലൂടെ കടന്നു പോകേണ്ട വ്യക്തിയല്ല, ഞാനങ്ങനെ ശാപത്തിലൂടെ കടന്നു പോകേണ്ട വ്യക്തി അല്ല. നിങ്ങൾ അത് ആദ്യം അറിഞ്ഞിരിക്കണം. എല്ലാവരെ പോലെ ഞാൻ തകർന്നു പോകേണ്ട വ്യക്തി അല്ല, എല്ലാവരെ പോലെ കിടക്കേണ്ട ഒരു വ്യക്തി അല്ല. സ്തോത്രം. അത് ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ.
എൻ്റെ പ്രിയ ദൈവജനമേ, ഒരു സാധാരണ കാറ്റഗറിയിലല്ല നിങ്ങൾ. അല്ല, അങ്ങനെ ഒരു കാറ്റഗറി തുടരാൻ വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല. ഞാനത് എപ്പോഴെങ്കിലും പ്രസംഗിക്കാം, എപ്പോഴെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാം. ദൈവം ഒരു ജനത്തെ ജാതികളിൽ നിന്ന്, പാപികളിൽ നിന്ന് വേർതിരിക്കുന്നെങ്കിൽ അവരൊരു സാധാരണക്കാരാക്കത്തില്ല ദൈവം. ദൈവം അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജനം. കേട്ടില്ല? പറഞ്ഞാട്ടെ, എൻ്റെ ജനം. മറ്റൊരു കാര്യമുണ്ട്, ആമേൻ, ശ്രേഷ്ഠ ജനം. മറ്റൊരു വാക്കുണ്ട്, സ്തോത്രം, വിശേഷ ജനം. അടുത്തൊരു വാക്ക് പറഞ്ഞുകൊണ്ട്, ആമേൻ, എൻ്റെ ആമേൻ സമ്പത്താണ് എൻ്റെ ജനം. അപ്പോൾ ദൈവം ഒരു ജനത്തെ വിളിച്ചെങ്കിൽ അവരെ മറ്റാരുമായിട്ട് ഈക്വൽ ചെയ്യത്തില്ല ദൈവം. നിങ്ങളെ ദൈവം വിളിച്ചെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ ദൈവം തുലനം ചെയ്യത്തില്ല. നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതിയുടെ കൂട്ടത്തിൽ എണ്ണുന്നില്ല. എന്തോ രാമ്യം പറയത്തെ. അങ്ങനെയാണ് ദൈവമക്കളെ. നിങ്ങളുടെ വീട്ടിന് വിശേഷതയുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്ക് വിശേഷതയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് വിശേഷതയുണ്ട്. കാരണം നിങ്ങൾ ദൈവജനമാണ്. അവരെ പോലെ തന്നെ കൈ ഉണ്ടാകാം, അവരെ പോലെ തന്നെ കാലുണ്ടാകാം, കണ്ണുകളുണ്ടാകാം. നിങ്ങൾ ഒരു ഓർഡിനറി പീപ്പിൾ അല്ല, നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. തന്നെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കും. എൻ്റെ ജനവും ലോകജനവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നു. ഈ ഒരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വിലയേറിയ സമ്പത്തും നിക്ഷേപവുമാണ്. തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്, സ്വന്തം ജനമാണ്, വിശുദ്ധ വംശമാണ്. ഹല്ലേലൂയ. നിങ്ങൾ അഭിമാനിക്കണം, സന്തോഷിക്കണം, നിങ്ങളത് തിരിച്ചറിയണം. ഞാൻ സാധാരണക്കാരൻ അല്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഞങ്ങൾ സാധാരണക്കാർ അല്ല. ആമേൻ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ ഈ ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടർമാനമായി ക്ഷാമമുണ്ടായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഇത് സാധാരണ കാര്യമല്ല, അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല, അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. അതന്നെ, അങ്ങനെ എല്ലാവരും ക്ഷാമം പറഞ്ഞു, എനിക്ക് ക്ഷാമം, അങ്ങനെ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ പറ്റത്തില്ല. ഒരു പ്രശ്നം കൂടെ വന്നാൽ, ഒരു രോഗം കൂടെ വന്നാൽ നിങ്ങൾ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല. ഹലോ, പറ്റത്തില്ല. അനുവദിക്കരുത്. ഹല്ലേലൂയ. അനുവദിക്കരുത്. സ്തോത്രം പറഞ്ഞില്ല, അനുവദിക്കരുത്. അപ്പോൾ 3 വട്ടം ക്ഷാമം വന്നപ്പം ദാവീദിന് മനസ്സിലായി, ഇതിന്റെ പിൻപിൽ എന്തോ ഒരു ദൈവം, എന്തോ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിങ്ങൾ ഓരോ വിഷയത്തിന്റെ പിൻപിലുള്ള ദൈവഹിതം അറിയണം. ചിലത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രൊമോഷന് വേണ്ടിയായിരിക്കാം, ചിലത് നിങ്ങളുടെ ജീവിതത്തിന്റെ സാന്റിഫിക്കേഷന് വേണ്ടിയായിരിക്കാം, ശുദ്ധീകരണത്തിന് വേണ്ടിയായിരിക്കാം, ചിലത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഡിസോർഡറുകളെ മാറ്റാൻ വേണ്ടിയായിരിക്കാം, ചിലത് നിങ്ങളെ തന്നെ ഒന്ന് കഴുകാൻ വേണ്ടിയായിരിക്കാം, ചിലത് നിങ്ങളെ ഒന്നും കൂടെ കെയർഫുള്ളാക്കാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ ദൈവം ചെയ്യുന്ന ഓരോ കാര്യത്തിനകത്തും ഒരു സന്ദേശമുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും ഒരു സന്ദേശമാണ്. ദാവീദ് ശരിക്കും നോക്കി, എന്താണ് ആ പ്രശ്നം? ഞാൻ ഭരിക്കുമ്പോൾ എന്തിനാ ഈ ക്ഷാമം?
ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ എന്തിനാ ഈ രോഗം? എൻ്റെ തലമുറ എന്തിനാ എപ്പോഴും ഇങ്ങനെ പ്രശ്നത്തിൽ പോകുന്നേ? എൻ്റെ തലമുറ എന്തിനാ എപ്പോഴും കടക്കാരനായിരിക്കുന്നേ? ഹല്ലേലൂയ. അതിൻ്റെ റൂട്ടുകളിലേക്ക് ചിന്തിച്ചിരിക്കണം. ചിലപ്പോൾ കുറേ സമയമെടുക്കും, ചിലപ്പോൾ ചില വർഷങ്ങളെടുത്തെന്ന് വരും. പക്ഷെ നീ ആരായുന്നവനാണെങ്കിൽ ദൈവം അതിനെ കണ്ടെത്തി തരും. ഹല്ലേലൂയ. ഇവനിങ്ങനെ ഈ 3 പ്രാവശ്യം ക്ഷാമം വന്നപ്പോൾ ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. കേട്ടോ, യഹോവയുടെ അരുളപ്പാട്. കർത്താവോട് ചോദിച്ചു, എന്താ കർത്താവേ റീസൺ? ഉടനെ ദാവീദിന് ദൈവം പറഞ്ഞു, ശൗലെന്ന് പറയുന്ന നിന്റെ മുമ്പിലുള്ള രാജാവ് ഗിബെയോന്യരെ എരിവിൽ കൊന്നു. കേട്ടില്ല? നമ്മളിവിടെ ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷെ ആ ഗിബെയോന്യർ ഒരു ഉടമ്പടിയുടെ ജനമാണ്. ഇസ്രായേൽ ആ ജനത്തോട് ഉടമ്പടി ചെയ്തിരുന്നു, നിങ്ങളെ കൊല്ലത്തില്ലെന്ന്. സകല ജാതികളെ നീക്കണമെന്ന് ദൈവം അരുളപ്പാട് ചെയ്തെങ്കിലും ഈ ഗിബെയോന്യർ ഒരിക്കൽ യോശുവയുടെ അടുക്കൽ വരുമ്പോൾ ഒത്തിരി ദൂരത്തുനിന്ന് വന്നെന്ന് പറഞ്ഞ് കവിളിപ്പിച്ച് വന്ന് അവരുമായി ഉടമ്പടി ചെയ്തു. അപ്പം യോശുവ പറഞ്ഞു, കൊല്ലത്തില്ല അല്ലേ? അങ്ങനെ ഒരു ഉടമ്പടി ചെയ്തു. സ്തോത്രം. പക്ഷെ ഈ ശൗല് രാജാവായപ്പം ആൾ ഉടമ്പടി ഒന്നും നോക്കിയില്ല, പുള്ളിയുടെ എരിവിലങ്ങ് കൊന്നുകളഞ്ഞു. പക്ഷെ ദൈവം ഉടമ്പടികളുടെ ദൈവമായതുകൊണ്ട്, നമ്മുടെ ദൈവം കവനന്റിന്റെ ദൈവമാണ്. ദൈവം ഒരു വ്യക്തിയോട് കവനന്റ് ചെയ്താൽ മാറത്തില്ല. ഹല്ലേലൂയ. ആ ഉടമ്പടി തെറ്റിച്ചത് കൊണ്ട് ഇതിൻ്റെ കെയർ ഓഫിൽ ആ ദേശത്ത് ക്ഷാമമുണ്ടായി. ആ ദേശം ക്ഷാമത്തിൽ കിടക്കുക. ഹല്ലേലൂയ. പല ശാപത്തിൻ്റെ പിൻപിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ചിലർ ചെയ്ത ചില അബദ്ധങ്ങളാണ് ആ പരാജയത്തിൻ്റെ കാര്യം. അന്ന് വീണ്ടും ചോദിച്ചു, എന്താ പരിഹാരം? ഗിബെയോനെ വിളിച്ച് ചോദിച്ചു. ആ ചരിത്രമൊക്കെ ഇച്ചിരി ഭയങ്കര പ്രയാസങ്ങളുള്ള കാര്യങ്ങളാണ്. ശൗലിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് കുറച്ച് പേരെ മരണം സംഭവിച്ചു. അങ്ങനെയാണ് അന്ന് ആ ശാപത്തിൽ നിന്ന്, ആ ക്ഷാമത്തിൽ നിന്ന് ഇസ്രായേൽ പുറത്തു വന്നേ. റൂട്ട് കണ്ടുപിടിച്ചു. പക്ഷെ ഇന്ന് നമുക്ക് ഒരു ശാപം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നമുക്കൊരു റൂട്ടുണ്ട്. അത് രക്തബലിയോ ഒന്നുമല്ല. മരത്തിന്മേൽ തൂങ്ങുന്നവൻ, ശപിക്കപ്പെട്ടവൻ, നമ്മുടെ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശുക്രിസ്തു മുഖാന്തരം ജാതികൾക്ക് വരേണ്ടതിന് നമ്മൾ വിശ്വാസത്താൽ അതിനെ പ്രാപിച്ചിരിക്കുകയാണ്. ഗ്ലോറി ടു ഗാഡ്. ഏതെങ്കിലും ശാപങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബത്തിൽ തുടരുന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷനുണ്ട്. ഇത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ ശാപത്തിന് വേണ്ടിയാണ് കർത്താവേ നീ മരിച്ചത്. ഹല്ലേലൂയ. അതെടുത്തു വെച്ച് പിതാക്കന്മാർ തൊട്ട് തുടർന്നു വരുന്ന ആ ശാപത്തെ തകർത്ത് കളയണം. കാരണം നീ എൻ്റെ ശാപം വഹിച്ചു, ഇനി എനിക്കത് വഹിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ചിലതിൻ്റെ റൂട്ടുകൾ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞത്. ദാവീദ് ആ ക്ഷാമത്തിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചു. ഇതൊരു ശാപമാണെന്ന്. അതിന് പരിഹാരം വരുത്തി ക്ഷാമം നിന്നു. പക്ഷെ ഞാൻ ഇന്ന് പറയാം, നമുക്ക് പരിഹാരം വന്ന് കഴിഞ്ഞിരിക്കുക. സ്തോത്രം. അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും അങ്ങനെയുള്ള ശാപങ്ങൾ
നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെന്ന് അതിനെ തകർത്ത് കളയണം. എത്ര പേർ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു? എത്ര പേർ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു? എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ആമേൻ. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിങ്ങളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ തന്നെയാണ്. അതിലേക്ക് നിങ്ങൾ എത്തുന്നില്ലെങ്കിൽ, അവിടേക്ക് നിങ്ങൾ വരുന്നില്ലെങ്കിൽ, എവിടെയോ ചില ക്രമീകരണങ്ങൾ ഉണ്ടെന്നാണ്. നിങ്ങളതിന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിനെ കണ്ടെത്തി പരിഹരിക്കണം. ആമേൻ. മർക്കോസിൻ്റെ മാളികമുറിയിൽ ദൈവം 10 ദിവസങ്ങൾ ഈ 120 പേരെ ഇരുത്തിയത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ക്രമീകരിക്കാനാണ്. ആമേൻ. കാരണം ദൈവം അയക്കാൻ പോകുന്ന വലിയ ഉണർവിന് ദൈവം ഒരു ക്രമീകരണം നടത്തുകയാണ്. നിങ്ങൾ നോക്കിയാൽ ആ പ്രാർത്ഥനയിൽ അവർ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവർ നോക്കി, ഒരുവൻ കുറവുണ്ട്, അതിന് പകരം ഒരുത്തിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. അവരവിടെ ക്രമീകരണം നടത്തുകയാണ്. അതെ, ദൈവം നമ്മെ കുറേ സമയങ്ങൾ തരും, ചിലത് കാണിച്ചു തരും. എന്നിട്ട് പറയും, ഇന്ന റൂട്ട്, ഇന്ന സ്ഥലം, ഇന്ന വാക്ക്, ഇന്ന ഏരിയ നീ ശരിയാക്കണം. അങ്ങനെ ശരിയാക്കി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, വലിയൊരു ദൈവ പദ്ധതിക്കായി നമ്മെ ഒരുക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിനൊരു ആരാധന കൊടുക്കാൻ പറ്റും? കൈവിടത്തില്ല കേട്ടോ, നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ ദൈവം നിങ്ങളെ. അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, അനുഗ്രഹത്തിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ ഏത് ഭാഗമാണ് നിൽക്കുന്നത്? സ്തോത്രം. ഇതൊരു കുറ്റബോധമായിട്ട് തുടരരുത്. നിങ്ങൾ ഒരിക്കലും കുറ്റബോധത്തിൽ തുടരുകയേ ചെയ്യരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ എടുത്ത് കൃപാസനത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിലേക്ക് വെച്ച് അവൻ്റെ കൃപ ചോദിക്കണം, കരുണ ചോദിക്കണം. എന്നിട്ട് ജയത്തോടെ മുൻപോട്ട് പോകണം. ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. ഈ വചന കേൾവിയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ദൂത്, സ്തോത്രം, എവിടെയെങ്കിലും സ്റ്റക്കാകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ആരായുക. എന്താണ് കർത്താവേ കാരണം? ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടാത്ത വണ്ണം തുടരാനുള്ള കാരണം എന്താണ് കർത്താവേ? ഒരു കാര്യം സത്യമാണ്, നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിന് സംശയമൊന്നും ഇല്ലല്ലോ. ആമേൻ പറഞ്ഞില്ല, അതിന് സംശയമൊന്നും ഇല്ലല്ലോ. സകല അനുഗ്രഹവും നമുക്ക് തന്നിരിക്കുക, അതിന് സംശയമില്ലല്ലോ. സ്വർഗത്തിലെ ഭൂമിയിലെ സകല അനുഗ്രഹവും ദൈവം നമുക്ക് തന്നിരിക്കുക, സംശയമില്ലല്ലോ. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിശേഷമായ ഗോതമ്പ് കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും പോഷിപ്പിക്കാമെന്നവൻ നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ്. ആമേൻ. നിന്റെ വായ്ക്കവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് അവൻ നിന്നോട് സംസാരിച്ചിരിക്കുകയാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ എത്തിക്കുമെന്നവൻ പറഞ്ഞിരിക്കുകയാണ്. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞാൽ മാറാത്തവനാണ്. എന്നാൽ ആ അനുഗ്രഹത്തിലേക്ക് എനിക്കെത്താൻ പറ്റാത്തത് എന്താ കർത്താവേ? എന്നെ ഒന്ന് കാണിച്ചു തരണേ. അത് വെളിപ്പെട്ടാൽ പിന്നെ അടുത്തൊരു സെക്കൻഡ് നിങ്ങൾ നിൽക്കരുത്. അതിനെ ക്രമീകരിക്കാൻ കർത്താവിൻ്റെ സന്നിധിക്ക് ഓടിച്ചെല്ലണം. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ പണിതെടുത്ത് അവൻ്റെ രാജ്യത്തിലെത്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. പോരാ, ഞാൻ പറഞ്ഞ ദൂത് കേട്ടെങ്കിലോ നിങ്ങളുടെ, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുറവുകളെ പണിതെടുത്ത് പരിഹരിച്ച് നമ്മളെ നിത്യരാജ്യത്തിലെത്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. കാരണം ദൈവത്തിനറിയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറവും വെച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ നിത്യതയുടെ തേജസ്സിനെ ബാധിക്കുമെന്ന്. ആരുമില്ല, അതെൻ്റെ നിത്യതയുടെ, ഞാൻ ഇന്നലെ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, സ്തോത്രം, സൂര്യൻ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ, ഒരു ചെറിയ മെഴുകുതിരി കത്തുന്ന പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നത് മെഴുകുതിരി പോലെ സൂര്യനായിട്ട് നിങ്ങൾ അതിൻ്റെ മുമ്പിൽ ജ്വലിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സൂര്യനെ ലജ്ജിപ്പിക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അവിടേക്ക് എത്തിക്കും. നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, വാഹനങ്ങൾ പോകാൻ സമയമായി ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ കടന്നു പോവുക. കൈകളൊന്നും ഉയർത്തി പ്രാർത്ഥിച്ചു ഒരു നിമിഷം.
കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബത്തിനകത്തും അവരുടെ ഇന്നലകളിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തുള്ള തടസ്സമായി മറച്ചു വച്ചിരിക്കുന്ന ആ കല്ലുകളെ നീ കാണിക്കണമേ. ഇവർ നിങ്ങളുടെ സ്നേഹസത്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ, നിങ്ങളറിയാതെ നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് മറഞ്ഞിരിക്കുന്ന കളങ്കങ്ങൾ, കർത്താവെ, അങ്ങനെയുള്ള കറകളെയും കളങ്കങ്ങളെയും സ്നേഹസത്യയിൽ മറഞ്ഞിരിക്കുന്ന പാറകളെയും നീ കാണിച്ചു കൊടുക്കണമേ. അതിനെ എടുത്ത് കളയാൻ നീ സഹായിക്കണമേ. ഇന്നത്തെ ഈ വചനം അവരുടെ ജീവിതത്തിനകത്ത് ഭയങ്കര സയൻറ്റിഫിക്കേഷനായി, ക്രമീകരണമായി, ശുദ്ധീകരണമായി തീരുന്നതിനായി സ്തോത്രം. ഇന്ന റൂട്ടാണ് കാരണം, ഇന്ന കാരണമാണ് കാരണം. അത് മനസ്സിലായാൽ ആത്മാവിൽ അതിനെ തകർത്ത് കളയാനുള്ള ബലം അവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെക്കുറിച്ചുള്ള ദൈവനിയോഗത്തിലേക്ക് ഇവരെ ഇറങ്ങിയിട്ട് അവരെ തടയുന്ന ആ കെട്ടുകളെ പൊട്ടിക്കുന്നു. ഹല്ലേലൂയ. തുടർമാനമുള്ള ക്ഷാമങ്ങൾ, കഷ്ടങ്ങൾ, അതിന് പിൻപിലെ റൂട്ടിനെ ക്യാൻസൽ ചെയ്യുന്നു, രോഗത്തെ ക്യാൻസൽ ചെയ്യുന്നു. ഇവർ ഞെരുങ്ങി തുടരേണ്ടവരല്ല, ഇവർ ഞെരുങ്ങി തുടരേണ്ടവർ അല്ല, ഇവർ ഞെരുങ്ങി ജീവിക്കേണ്ടവർ അല്ല. അവരെ തുറന്നു വിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പൗലോസ്, ആമേൻ, പരിശുദ്ധാത്മാവ് കിട്ടാത്തതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് അവരെ അതിലേക്ക് തിരിച്ചതുപോലെ ഒരഭിഷക്തനായ ഞാൻ ഇന്ന് ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉയർച്ചകളെ തടയുന്ന റൂട്ടുകളെ കണ്ടുപിടിച്ച് അവരെ അനുഗ്രഹത്തിലേക്ക് തിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. തലമുറകൾ ദൈവത്തിലേക്ക് വരട്ടെ. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകരുത്, ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകരുത്. പിശാചിൻ്റെ കയ്യിൽ ഒറ്റ വ്യക്തി എത്തരുത്. എല്ലാവരും ദൈവകൃപയിൽ നിറഞ്ഞ് തുളുമ്പട്ടെ. ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു, ഈ മക്കളെ ഉയർത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.